കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരൾച്ച നേരിടാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, വരൾച്ച വലിയ വിഷയമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് സഭയെ അറിയിച്ചത്? വരൾച്ച നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നും ഷാഫി പറമ്പിൽ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മറുപടി നൽകിയ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, റവന്യൂവിൻ്റെ ചുമതലയുള്ള മന്ത്രി, ദുരന്ത നിവാരണത്തിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രി, ഈ കാര്യത്തിൽ വളരെ കൃത്യമായ മറുപടി പറഞ്ഞു. കാരണം 2016 സെപ്റ്റംബർ മാസത്തിൽ വരൾച്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ച ഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത മാസത്തിൽ തന്നെ അതായത് ഒക്ടോബറിൽ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും മന്ത്രിമാർക്ക് ചുമതല നൽകി. ഒപ്പം ഒക്ടോബർ മുതൽ തന്നെ മന്ത്രിമാർക്ക് എല്ലാ ജില്ലകളുടെയും ചുമതല വീതിച്ചു നൽകുകയും ആവശ്യമുള്ള പണം നൽകുകയും ചെയ്തു. ടാങ്കർ ലോറിയിലൂടെ വെള്ളം കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നവംബറിൽ തന്നെ ആരംഭിച്ചിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം കൃത്യമായി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള വീഡിയോ കോൺഫറൻസുകൾ ഉണ്ടായി. കുഴൽക്കിണറുകൾ കുഴിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സർക്കുലർ, കുഴിക്കാതിരിക്കുന്നതിനുള്ള സർക്കുലർ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി പറഞ്ഞു. എന്നാൽ കിയോസ്കുകളിലൂടെ വെള്ളം നൽകി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതുന്ന സംസ്ഥാന സർക്കാരിന് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്ന് പ്രതിപക്ഷത്തു നിന്നും ഷാഫി പറമ്പിൽ MLA പരിഹസിച്ചു. അതിനുള്ള മറുപടി എന്നോണം പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രിയാണ് കൃത്രിമ മഴയ്ക്കുള്ള സാധ്യത പരിശോധിക്കുകയാണ്. നേരത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തും പരീക്ഷിച്ച് വിജയിപ്പിച്ച ഈ സമ്പ്രദായം കേരളത്തിലും പരീക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി പറഞ്ഞു. അതിനുള്ള മറുപടിയായി രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. എന്നാൽ പിന്നീട് രാജഗോപാൽ വാക്കൗട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കവേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും എണീറ്റുകൊണ്ട് ഇപ്പോൾ സഭയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. 20-21 തീയതികളിൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിയെ നേരിട്ട് കണ്ടുകൊണ്ട് വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ശ്രമിച്ചെങ്കിലും അദ്ദേഹം കാണാനുള്ള മനസ്സ് കാണിച്ചു. സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രിക്ക് മനസ്സില്ല എന്നതാണ് ഇതിൽ നിന്നും പറയേണ്ടത് എന്ന് ഊഹിക്കേണ്ടതായി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് സർവകക്ഷി സംഘത്തെ കാണാൻ കൂട്ടാക്കാത്ത പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് അപലപിച്ചു. എന്നാൽ ആഭ്യന്തരമന്ത്രിയോ ധനകാര്യമന്ത്രിയോ കാണൂ എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് രാജഗോപാൽ പറഞ്ഞപ്പോൾ തിരിച്ച് ഇപ്പോൾ രാജഗോപാലിന്റെ വിമർശനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ മന്ത്രി ജി സുധാകരൻ പോയിന്റ് ഓഫ് ഓർഡറിലൂടെ വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. സഭ ഇപ്പോഴും അടിയന്തര പ്രമേയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ വാക്കൗട്ടിലൂടെ ഇറങ്ങിപ്പോയ രമേശ് ചെന്നിത്തല വീണ്ടും തിരികെ വന്ന് പ്രധാനമന്ത്രിയുടെ നടപടിയെ അപലപിക്കുകയും ചെയ്തിരിക്കുന്നു. അജിംഷാദ്. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.